ഇന്ന് ഈ പന്തക്കുസ്ത ദിനത്തിൽ പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ഈ ബലി, ജീവന്റെ സമൃദ്ധി നൽകുന്ന ബലി, നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്ന ഈ ബലി, നമ്മളാരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി പിതാവായ ദൈവം നമുക്ക് നൽകിയ ഏകജാതന്റെ ബലി. ഈ ബലിയിലൂടെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് രക്ഷയുണ്ട്, സൗഖ്യമുണ്ട്, വിടുതലുണ്ട്, ജീവനുണ്ട്, ജീവന്റെ സമൃദ്ധിയുണ്ട്. ഇന്ന് നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും ഈ ബലിയോട് ചേർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. ലോകമെമ്പാടും ഇപ്പോൾ ഈ ബലിയിൽ പങ്കെടുക്കുന്ന മക്കള്, ഈ ബലി പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പോലും ഒത്തിരി പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ട മക്കള് എല്ലാവരെയും കർത്താവിന്റെ ബലിയോട് ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ബലിയുടെ യോഗ്യത, ഈ ബലിയുടെ ശക്തി, ഈ ദിവസത്തിന്റെ അഭിഷേകം കർത്താവ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കും. പ്രാർത്ഥനയോടെ നമുക്ക് ഈ വിശുദ്ധ ബലിയിലേക്ക് പ്രവേശിക്കാം. വലിയ സമർപ്പണത്തോടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന്, ശ്ലീഹന്മാരോട് ചേർന്ന്, ഏക മനസ്സോടെ നമുക്ക് ഈ ബലി പ്രാർത്ഥിക്കാം. കർത്താവ് തൻ്റെ വാഗ്ദാനം, പരിശുദ്ധാത്മാവ് നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും ഈ പന്തക്കുസ്ത ദിനത്തില് അതിശക്തമായിട്ട് നിറച്ച് അനുഗ്രഹിക്കും. ഈ ബലിയില് തീനാവുകളുടെ രൂപത്തില് ശ്ലീഹന്മാരുടെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മ ശക്തി നമ്മിൽ ഇപ്പോൾ നിറയും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മിൽ ഇപ്പോൾ നിറയും, നമ്മിൽ കത്തിച്ചൊലിക്കും, നമ്മെ ശക്തിപ്പെടുത്തും, വരദാന ഫലങ്ങൾ കൊണ്ട് നമ്മെ നിറയ്ക്കും. വലിയ പ്രാർത്ഥനയോടെ നമുക്ക് ബലി അർപ്പിക്കാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. സർവേശനു സ്തുതിഗീതം.
നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കാരുണ്യവാനും സ്നേഹസമ്പന്നനുമായ ദൈവമേ, മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ അങ്ങയുടെ പ്രിയപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചതിന് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ലോകാവസാനത്തോളം മനുഷ്യരുടെ ഒന്നിച്ച് വസിക്കുവാനും സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് അവരെ നയിക്കുവാനും പന്തക്കുസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവിനെ നൽകിയ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ആത്മശരീരത്തിന്റെ നൈർമല്യത്തോടെ ഈ രക്ഷാകര രഹസ്യങ്ങൾ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവവും. സൈന്യമെന്നെ വളഞ്ഞാലും വൈരികൾ പിന്തുടർന്നാലും ഭീതിയില്ലേ ദൈവമാണെൻ പാലകൻ. പ്രിയതമങ്ങേ വസതിയിൽ കഴിയുവാനൻ മോഹം, മധുരമങ്ങേ മഹിമയിൽ മറയുവാനൻ ദാഹം. കണ്ണിനങ്ങേ കതിരുകൾ കണ്ടു കണ്ടു മയങ്ങണം, കാതിനങ്ങേ കനിവെഴും കഥകൾ കേട്ടുലയിക്കണം. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവവും. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവും ആകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു.
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനും ആകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നാം പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വായന 2-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ആഗമനം. പന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണാവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ആകാശത്തിന് കീഴുള്ള സകല ജനപദങ്ങളിൽ നിന്ന് വന്ന ഭക്തരായ യഹൂദർ ജെറുസലേമിലുണ്ടായിരുന്നു. ആരവമുണ്ടായപ്പോൾ ജനം ഒരുമിച്ച് കൂടുകയും തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പസ്തോലന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. അവർ വിസ്മയഭരിതരായി പറഞ്ഞു, ഈ സംസാരിക്കുന്നവരെല്ലാവരും ഗലീലിയരല്ലേ? നാം എല്ലാവരും തന്താങ്ങളുടെ മാതൃഭാഷയിൽ ശ്രവിക്കുന്നതെങ്ങനെ? പാർത്തിയാക്കാരും മേദിയാക്കാരും എലാമിയാക്കാരും മെസപ്പൊട്ടാമിയൻ നിവാസികളും യൂദയായാലും കപ്പദോക്യായാലും പൊന്തസിലും ഏഷ്യായിലും താമസിക്കുന്നവരും ഫ്രീജിയായാലും പോംഫിയായാലും ഈജിപ്തിലും കിറേനിയുടെ ലിബിയ പ്രദേശങ്ങളിൽ നിവസിക്കുന്നവരും റോമായിൽ നിന്നുള്ള സന്ദർശകരും യഹൂദരും യഹൂദമതം സ്വീകരിച്ചവരും ക്രേത്യരും അറേബ്യരുമായ നാം എല്ലാം ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ അവർ വിവരിക്കുന്നത് നമ്മുടെ മാതൃഭാഷയിൽ അർത്ഥമെന്ത് എന്ന് പരസ്പരം ചോദിച്ചുകൊണ്ട് എല്ലാവരും വിസ്മയിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു. എന്നാൽ മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു, പുതുവീഞ്ഞ് കുടിച്ച് ഇവർക്ക് ലഹരി പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നിന്നുയരും വചനത്തിൻ മാറ്റൊലി ഉയരുന്നു, മാറ്റൊലി
മാറ്റുരി ഉയരുന്നു. പാലസ്തീനായി നിന്നുയരും വചനത്തിൻ മാറ്റുരി ഉയരുന്നു, മാറ്റുരി ഉയരുന്നു. അധ്വാനിപ്പവരെ എന്നും പീഡിതരായവരെ, ദുഃഖിതരായവരെ എന്നും ബന്ധിതരായവരെ, എന്നരികിൽ നിങ്ങൾ വരുവിൻ ആശ്വാസം പകരാൻ. എന്നരികിൽ നിങ്ങൾ വരുവിൻ ആനന്ദം നുകരാൻ. പാലസ്തീനായി നിന്നുയരും വചനത്തിൻ മാറ്റുരി ഉയരുന്നു, മാറ്റുരി ഉയരുന്നു. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പഠിച്ച സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 16 5 മുതലുള്ള തിരുവചനങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ കുറിച്ച് ഈശോ തന്റെ ശിഷ്യന്മാരോടും അതിലൂടെ നമ്മളോടും പറയുന്ന തിരുവചന ഭാഗമാണ് നമ്മൾ ഇപ്പോൾ വായിച്ചു കേൾക്കുക. നമ്മൾ ലേഖനത്തിൽ വായിച്ചു കേട്ടു, പരിശുദ്ധാത്മാവ് സ്ലീഹന്മാരിൽ വന്ന് നിറഞ്ഞപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ. മറ്റുള്ളവർ പറയുന്നുണ്ട്, അവർ പുതുപീഞ്ഞ് കുടിച്ച് ലഹരി പിടിച്ച് ഉന്മത്തരായിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞപ്പോൾ പുതുവീഞ്ഞിന്റെ ലഹരി അവരില് നിറയപ്പെടുകയാണ്. സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ വായിച്ചു കേട്ടു. അപ്പസ്തോല പ്രവർത്തനം മുഴുവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ശക്തിയുടെ പ്രവൃത്തികളാണ് കാണുക. ആ പ്രവൃത്തികളെ കുറിച്ച് ഈശോ തന്റെ ശിഷ്യന്മാരോട് പറയുന്ന തിരുവചന ഭാഗത്തിൽ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ നമ്മിൽ സംഭവിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞില്ലേ, എന്റെ കൈവയ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ജ്വലിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ പന്തക്കുസ്താ ദിനത്തില് പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ നമ്മിലും നമ്മുടെ കുടുംബത്തിലും ലോകം മുഴുവനിലും സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുവചനങ്ങൾ നമുക്ക് ശ്രമിക്കാം. എന്നാൽ ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവന്റെ അടുക്കിലേക്ക് പോവുകയാണ്. എന്നിട്ടും നീ എവിടെ പോകുന്നുവെന്ന് നിങ്ങളിൽ ആരും എന്നോട് ചോദിക്കുന്നില്ല. ഞാനിതെല്ലാം നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു. എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്കു വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. അവൻ എന്നിൽ വിശ്വസിക്കുന്നതിനാൽ പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നത് കൊണ്ടും നിങ്ങൾ ഇനിമേൽ എന്നെ കാണുകയില്ലാത്തത് കൊണ്ടും നീതിയെക്കുറിച്ചും ഈ ലോകത്തിന്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സ്വമേധയ ആയിരിക്കയില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് ഞാൻ പറഞ്ഞത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം.
കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ നിയോഗിച്ച കർത്താവെ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭാധ്യക്ഷനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പോലിത്തയെയും മാർ ആന്റണി കരിയൽ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും പ്രേക്ഷിതങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ധാരാളമായി നൽകി അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദരിദ്രർക്ക് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്നരുളി ചെയ്ത മിശിഹായെ, സുവിശേഷ ഭാഗങ്ങൾക്കൊത്തവിധം ജീവിച്ചുകൊണ്ട് നിന്റെ സത്യത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് ലീഹായുടെ മാതൃക അനുസരിച്ച് നിന്നോട് കൂടെ മരിക്കുവാൻ സന്നദ്ധരായ അനേകം മിഷണറിമാരെ ഭാരതത്തിൽ നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവിതത്തിലെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി പ്രക്ഷോഭിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ സമൃദ്ധമായി നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അനേകരുടെ മാനസാന്തരത്തിനു വേണ്ടി നിന്റെ ബലിയോട് ചേർത്ത് ഞങ്ങളുടെ ജീവിത ബലി അർപ്പിക്കുവാൻ ക്ലേശം അനുഭവിക്കുന്നവർ ശക്തരാകേണ്ടതിന് നിന്റെ അരൂപിയെ അവർക്ക് നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്കു ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നൽകി സുവിശേഷ ചൈതന്യം കൊണ്ട് സ്ലിഹന്മാരെ നിറച്ച കർത്താവേ, ഈ ദിവ്യാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലും വർഷിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന പ്രേക്ഷിതരാകട്ടെ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ വളരുകയും അവിടുത്തെ അനുയായികൾക്ക് യോഗ്യമാവിധം വ്യാപരിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ തിരുശരീര രക്തങ്ങളോട് ചേർത്ത് അവിടുത്തെ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും, ലോകം മുഴുവനെയും, കത്തോലിക്ക തിരുസഭയെയും, മാർപ്പാപ്പ മുതൽ എല്ലാ അഭിഷിക്തരെയും സന്യസ്തരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പന്തക്കുസ്താ ദിനത്തില് ജീവന്റെ സമൃദ്ധിയിലേക്ക് ആത്മാവിന്റെ അഭിഷേകത്തിൽ ഞങ്ങളെ നിറയ്ക്കുന്ന കർത്താവേ, ആ വലിയ അഭിഷേകത്തിനായി അങ്ങയുടെ ബലിയോട് ചേർത്ത് എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ ബലി അർപ്പിക്കുമ്പോൾ
അനേകം പ്രാർത്ഥനാ നിയോഗങ്ങളോടെ ഈ ബലിയുടെ യോഗ്യതകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും, ആ മക്കളുടെ ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളെയും അങ്ങയുടെ തിരുശരീര രക്തങ്ങളോട് ചേർത്ത് ഈ കുരിശിലെ ബലിയിലേക്ക് ഉയർത്തി സമർപ്പിക്കുന്നു. വ്യത്യസ്തങ്ങളായ നിയോഗങ്ങള്, പ്രാർത്ഥനകള് എല്ലാം കർത്താവെ അവിടുന്ന് ഏറ്റെടുക്കണമേ. യേശുവേ, അങ്ങയുടെ ജീവന്റെ സമൃദ്ധി നൽകുന്ന, അഭിഷേകത്തിന്റെ നിറവ് നൽകുന്ന ഈ പുണ്യദിനത്തില് ആ വലിയ അഭിഷേകം സ്വീകരിക്കുവാൻ എല്ലാ മക്കളെയും അവിടുന്ന് യോഗ്യരാക്കണമേ എന്ന് വലിയ ദാഹത്തോടെ അങ്ങയുടെ മക്കൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുഹിതം അതിന്റെ പൂർണ്ണതയില് ഈ കാലഘട്ടത്തില് നിറയപ്പെടട്ടെ. ദൈവിക ജ്ഞാനത്താൽ ലോകം മുഴുവനെയും നിറച്ച് അവിടുന്ന് അനുഗ്രഹിക്കണമേ. എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും അങ്ങയുടെ തിരുഹിതത്തിനു വേണ്ടി ആത്മാവിന്റെ നിയന്ത്രണത്തിൽ ഞങ്ങൾ നയിക്കപ്പെടാൻ വേണ്ടി ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോടും എല്ലാ വിശുദ്ധരോടും മാലാഖമാരോട് ചേർന്ന് ഈ ബലിയിൽ ഞങ്ങളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിങ്കൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമോർത്തിടാം പാവനമീ ബലിയിൽ. വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാ
സന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനേക്കും നോക്കും പ്രാർത്ഥനയും പശ്ചാത്താപവുമാ ത്രിത്വത്തെ നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടും കൂടെ ഏകസത്തയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശിലുവയിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈകികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പ്രാർത്ഥനാർക്കീസുമാരും മെത്രാന്മാരുമായി നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രന്മാർ, സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയ എല്ലാവരും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിനെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളും ആയിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിസ്തയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണികൾ താഴ്ത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ.
കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ഭൂഗാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലി അർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിലും നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. രാജാധിരാജൻ ഈശോനാഥൻ, ലോകത്തിൻ രക്ഷകനാഥൻ, ആർത്തുകളോടെ ആഗതനാഥൻ, വിണ്ണിന്റെ നാഥനായി ഹോശാന പാടാൻ കർത്താവെന്നും അവനല്ലോ. ഹോശാന ജയഗീതം പാടിടാം, ഹോശാന സുരഗീതം മീട്ടിടാം. ഹോശാന 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 ഹോശാന
കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനം ആകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പം എടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരം ആകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തം ആകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത്
നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ അങ്ങേ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ച് പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങയുടെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വം അണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി പിതാവിന് വേണ്ടിയും അതിരൂപതാധ്യക്ഷൻ ആന്റണി മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും മറ്റെല്ലാ മേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സന്യാസികൾ, അൽമായ പ്രേക്ഷിതർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാവിധം വർത്തിച്ച നിധിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണം മൂലം വേർപിരിഞ്ഞു പോയ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ ബലിയില് സമർപ്പിച്ച് അവരെ അനുസ്മരിച്ച് നന്ദിയോടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ മാതാപിതാക്കള്, സഹോദരങ്ങള്, ബന്ധുമിത്രാദികള്, അപ്പന്റെയും അമ്മയുടെയും കൈവഴികളിലുള്ള പ്രിയപ്പെട്ടവര്, പൂർവികര്, എല്ലാവരെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ഈ കൊറോണ വൈറസിന്റെ ആക്രമണത്തില് ഈ കാലഘട്ടത്തില് മരിച്ചുപോയ, ലോകം വിട്ട് വേർപിരിഞ്ഞു പോയ എല്ലാ മക്കളെയും സ്നേഹത്തോടെ നമുക്ക് ബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വലിയ കരുണ ഈ ബലിയുടെ യോഗ്യതയാൽ അങ്ങയുടെ മക്കളിലേക്ക് അങ്ങ് ഒഴുക്കുന്ന ജീവന്റെ സമൃദ്ധി നിത്യജീവന്റെ വലിയ അനുഭവത്തിലേക്ക് മരിച്ചുപോയ സകല മക്കളെയും ആനയിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരെല്ലാവരെയും ഈ ബലിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തുകൊണ്ട് അങ്ങേ തിരുസന്നിധിയിലായിരിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട ഈ മക്കൾക്ക് വേണ്ടിയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കൾക്ക് വേണ്ടിയും ആർക്കെല്ലാം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിട്ടുണ്ടോ, ആരോടൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് ഏറ്റിട്ടുണ്ടോ ആ മക്കൾക്കും അവരുടെ ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഏറ്റവും പ്രത്യേകമാവിധം ഈ പെന്തക്കോസ്താ ദിനത്തില് നർപ്പിക്കപ്പെടുന്ന ഈ ബലിയുടെ യോഗ്യതയില് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന
എല്ലാ മക്കൾക്കും അവരുടെ ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടിയും, പ്രത്യേകിച്ച് കർത്താവേ ഈ ബലിപീഠത്തിൽ എഴുതി സമർപ്പിച്ചിരിക്കുന്ന ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ മേഖലകൾക്ക് വേണ്ടിയും, എല്ലാ യുവമക്കൾക്കും കുഞ്ഞുമക്കൾക്ക് വേണ്ടിയും, അയോഗ്യനും പാപിയും ബലഹീനനുമായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിങ്കൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമർത്ഥവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയവും ഭയഭക്തി ജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് അങ്ങയുടെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൻ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാദ്രഹത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും
ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോ മിശിഹായേ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതും ആകുന്നു. ഇത് യോഗ്യതയോടെ ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദങ്ങളോട് സമീപിക്കാം. അനുതാപങ്ങളുവാകുന്ന ശ്രവണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിലെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ഇന്ന് ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാരക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനം കാരണമാകട്ടെ, എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ എന്ന് ഉപദേശിച്ചുകൊണ്ട് ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന അങ്ങേ മക്കളായ ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് ഇപ്പോൾ ആവർത്തിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ എല്ലാ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന
വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. കണ്ണടച്ച് വലിയ ദാഹത്തോടെ നമുക്ക് ഈശോയെ സ്വീകരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളിലേക്ക് എഴുന്നള്ളി വരുവാനായിട്ട് അതിയായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ഈശോയാണ് അവിടുന്ന്. ഈ ഭൂമിയിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വന്നത് തന്നെ നമുക്ക് നൽകാനാണ്. ദിവ്യകാരുണ്യമായി തൻ്റെ തിരുശരീരത്തിലൂടെ തിരുരക്തത്തിലൂടെ നമ്മുടെ കൂടെ വസിക്കാൻ ഈശോ ഈ ഭൂമിയിലേക്ക് വന്നു. ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു, വാങ്ങി ഭക്ഷിക്ക്, പാനം ചെയ്യും മക്കളെ, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ജീവനാകുന്ന ഈശോ ജീവൻ ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തന്നെ നമുക്ക് നൽകുകയാണ്. ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ നാം അത് അനുഭവിക്കുമ്പോൾ ദിവ്യകാരുണ്യമായി കൂദാശയിലൂടെ ഈശോയെ സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പ്രിയപ്പെട്ട മക്കളെ അരൂപിക്കെടുത്ത ദിവ്യകാരുണ്യ സ്വീകരണം നമുക്കിപ്പോൾ നടത്താം. ചൊല്ലി തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലി അരൂപിക്കെടുത്ത ദിവ്യകാരുണ്യ സ്വീകരണം എല്ലാ മക്കളും കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ സമയം ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. എന്റെ യേശുവേ, എന്റെ യേശുവേ, അങ്ങ് ഈ ദിവ്യ കൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ എനിക്ക് സാധിക്കാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആത്മന നമ്മുടെ ഉള്ളിലേക്ക് നുള്ളി വന്നിരിക്കുന്ന ഈശോയുടെ സജീവമായ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് എൻ്റെ ഈശോയെ എന്ന് വിളിച്ചിട്ട് ഈശോയോട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും നമ്മുടെ എല്ലാ അവസ്ഥകളും ഈശോയോട് പറയാം. 118 സങ്കീർത്തനം നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. എൻ്റെ അവസ്ഥകൾ ഞാൻ കർത്താവിനോട് വിവരിച്ചു പറഞ്ഞു, അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ടു. വലിയ സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടെ ഈശോയോട് എല്ലാം പറയാം, ഈശോയോട് സംസാരിക്കാം. ഈശോയുടെ വാഗ്ദാനം പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയപ്പെടുവാൻ വലിയ ദാഹത്തോടെ ഈ സമയം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ജീവന്റെ സമൃദ്ധിയിൽ അനുഗ്രഹിക്കുകയാണ്. ഈ സമയം ശാന്തമായിരുന്ന എല്ലാ മക്കളും പ്രാർത്ഥിക്കാം. കനിവു തോന്നണമേ
കരുണാമയ പാപത്തിൻ ആഴിയിൽ വീഴാതെ എന്നെ നീ കാത്തിടണേ എന്റെ കാരുണ്യമേ കാത്തിടണേ എന്റെ കാരുണ്യമേ കരുണയുള്ള ദൈവമേ കനിവു തോന്നണമേ പാപിയാണെങ്കിലും അലിവു തോന്നണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൽ സുത്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ അങ്ങയുടെ ദിവ്യദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെ കുരിശിലെ ബലി വഴി ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ദൈവരാജ്യത്തിന് അങ്ങ് ഞങ്ങളെ അർഹരാക്കി. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നിരന്തരം കൃതജ്ഞത അർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ മിശിഹായെ അങ്ങയുടെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് സ്വർഗീയ ജീവിതത്തിന് അങ്ങ് ഞങ്ങളെ അർഹരാക്കി. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിൽ നിത്യമഹത്വം അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് ഈ അനന്തദാനത്തിന് അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. പിതാവായ ദൈവം തന്റെ അനന്തമായ സ്നേഹത്താൽ നമ്മെ സൃഷ്ടിക്കുകയും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്തു. ദൈവിക രഹസ്യങ്ങളുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്ത നമ്മെ അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച നിങ്ങളെല്ലാവരും മിശിഹായുടെ ഉത്തമ സ്നേഹിതരും തിരുഹിതം നിറവേറ്റുന്നവരും അവിടുത്തെ സന്ദേശം ലോകമെങ്ങും പ്രഘോഷിക്കുന്നവരുമാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. നമ്മുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. അങ്ങ് ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ അല്പസമയം കർത്താവിന്റെ സജീവമായ സാന്നിധ്യത്തിൽ നിറയപ്പെട്ടിരിക്കുന്ന ഈ ബലിയുടെ ഈ സാന്നിധ്യത്തില്, ഈ വലിയ അനുഭവത്തില് ആരാധനയിലേക്ക് അല്പസമയം നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പെന്തക്കോസ്താ ദിനത്തില് ഈശോ നമുക്ക് നൽകുന്ന വാഗ്ദാനം ഈശോ നമ്മിൽ പൂർത്തീകരിക്കുന്ന ദിവസമാണല്ലോ. നമുക്ക് വലിയ ദാഹത്തോടെ ഈശോയോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നിറയപ്പെടാൻ വേണ്ടി പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആരാധനയിൽ അല്പസമയം ഈശോയോട് കൂടെ നമുക്കായിരിക്കാം. ഓ സ്നേഹവാത്സല്യമേ, ആരാധന ആരാധന എന്നുമെന്നേരം ആരാധന. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹവാത്സല്യമേ, ആരാധന ആരാധന എന്നുമെന്നേരം ആരാധന.
പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യേശോയെ, നന്ദിയോടെ ഈ പന്തക്കുസ്താ ദിനത്തില് അങ്ങയുടെ മക്കളായി ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവന്റെ ബലിയർപ്പിച്ച് ഈ ലോക്ക്ഡൗണിന്റെ ഈ കാലഘട്ടത്തില് അങ്ങയുടെ മക്കളെ വലിയ അഭിഷേകത്തിൽ നിറയ്ക്കുവാൻ അവിടുന്ന് തീരുമാനത്തായിരിക്കുന്നതിനെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. ഈശോയെ, അങ്ങയുടെ വലിയ ആഗ്രഹമായിരുന്നല്ലോ തൻ്റെ സ്ലിഹന്മാര് പരിശുദ്ധാത്മാവിനാല് നിറയപ്പെടണമെന്ന്. അങ്ങ് ആ തിരുനാളിന്റെ അവസാന ദിവസത്തില് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞില്ലേ, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അരികിൽ വന്ന് കുടിക്കട്ടെ. അങ്ങ് പറഞ്ഞത് അങ്ങയിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണെന്ന് അങ്ങ് തിരുവചനത്തിലൂടെ വ്യക്തമാക്കി. ഈശോയെ, അങ്ങയുടെ മക്കൾക്ക് അങ്ങ് നൽകുവാൻ ആഗ്രഹിക്കുന്ന വലിയ ദാനമാണ് പരിശുദ്ധാത്മാവ്. ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവില്ലാതെ ജീവിക്കാൻ സാധ്യമല്ല. ഞങ്ങൾക്കറിയാം. കാരണം അങ്ങ് പറഞ്ഞ പോലെ ഞങ്ങൾ മാംസത്തിൽ നിന്ന് ജനിച്ച മാംസമാണ്. ആത്മാവിനാൽ വീണ്ടും ജനിക്കാതെ, ജഡത്തെ ആത്മാവിനാൽ നിഗനിക്കാതെ ദൈവമക്കളുടെ ജീവിതം ജീവിക്കാൻ ഞങ്ങൾക്കാകില്ല. ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങൾ ദുർബലരാണ്, ഞങ്ങൾ രോഗികളാണ്, ഞങ്ങൾ തകർന്നവരാണ്. ഒത്തിരി അടിമത്തങ്ങളും ബന്ധനങ്ങളും ഞങ്ങളിലുണ്ട്. മാനുഷികമായ അവസ്ഥയിൽ ക്ഷമിക്കാൻ പറ്റണില്ല, സ്നേഹിക്കാൻ പറ്റണില്ല, ജഡികാസക്തികളെ നിയന്ത്രിക്കാൻ പറ്റണില്ല. പല പല രോഗങ്ങൾ ഞങ്ങളെ കീഴടക്കുന്നു. ഇന്ന് ഈ കാലഘട്ടത്തില് COVID-19 മഹാമാരി ഞങ്ങളെ നശിപ്പിച്ചുകൊണ്ട് അലറുന്ന സിംഹത്തെ പോലെ കടന്നു വരുമ്പോ അങ്ങയുടെ വലിയ ശക്തി ഞങ്ങളിൽ അവിടുന്ന് നിറയ്ക്കണം. ഈ സമയം അങ്ങയുടെ മക്കള് ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മെ പൂർണ്ണമായിട്ടും ഈശോയുടെ സന്നിധിയിലേക്ക് കർത്താവിന്റെ വാഗ്ദാനം പൂർത്തീകരിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട വലിയ സഹായകനാണ്. ഈ പുണ്യദിനത്തില്, ഈ വാഗ്ദാനം പൂർത്തീകരിച്ച ഈ പന്തക്കുസ്താ ദിനത്തില് കർത്താവിന്റെ സന്നിധിയില് നമുക്ക് വലിയ ദാഹത്തോടും വിശ്വാസത്തോടും എളിമയോടും കൂടെ പ്രാർത്ഥിക്കാം. ഈശോ വലിയ ആഗ്രഹമാണ്, ഈശോയുടെ വലിയ ആഗ്രഹമാണ് പരിശുദ്ധാത്മാവിനെ കൊണ്ട് നമ്മെ നിറയ്ക്കണമെന്നുള്ളത്. അതിനാൽ തന്നെ ആ ആഗ്രഹം മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്കും തന്റെ വാഗ്ദാനം അവിടുന്ന് പൂർത്തീകരിക്കും. പരിശുദ്ധാത്മാവ് നമുക്ക് കൂടിയേ തീരും. അതുകൊണ്ട് ഏറ്റവും എളിമയോടെ നമുക്ക് നമ്മെ തന്നെ പരിശുദ്ധ അമ്മയെ പോലെ, ഇതാ കർത്താവേ നിന്റെ ദാസൻ, ഇതാ കർത്താവേ നിന്റെ ദാസി, നിന്റെ ഹിതം പോലെ വാഗ്ദാന പ്രകാരം പരിശുദ്ധാത്മാവിനാൽ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ മക്കളെയും നിറയ്ക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് നമ്മെ തന്നെ കർത്താവിലേക്ക് സമർപ്പിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ നമ്മുടെ അവസ്ഥകള്, നമ്മുടെ വേദനകള്, രോഗപീഠകള്, കഷ്ടപ്പാടുകള്, തകർച്ചകള്, നീ ഇപ്പോൾ ഏത് അവസ്ഥയിലുമാകട്ടെ, അവസ്ഥയോടുകൂടി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. നാഥ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായും സമർപ്പിക്കുന്നു. ഒരു യാഗം പോലെ, കാഴ്ച പോലെ എന്നെ തന്നെ പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്നു. നിന്റെ വേദനകള്, നിന്റെ പ്രാർത്ഥനാ നിയോഗങ്ങള്, രോഗത്തിന്റെ കഠിനതകള്, കുടുംബത്തിലെ അസ്വസ്ഥതകള്, ജീവിത പ്രശ്നങ്ങള്, സാമ്പത്തിക തകർച്ചകള്, ജോലിയില്ലാത്ത അവസ്ഥകള്, മക്കളെ കുറിച്ചുള്ള നൊമ്പരങ്ങള്, കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥകള്, വിവാഹമോചനത്തിന്റെ വക്കിൽ നിൽക്കുന്ന അവസ്ഥകള്, ഈ പേപ്പറിൽ യേശുവേ അങ്ങയുടെ മക്കൾ എഴുതി വച്ചിരിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചേർന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ സമർപ്പിക്കുന്നു.
നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, ആഴ്ചയായി അർപ്പിക്കുന്നു. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. ഈശോയെ, അങ്ങ് ഞങ്ങളെ ഏറ്റെടുക്കണം. അങ്ങയുടെ ശക്തി അങ്ങ് ഞങ്ങളിൽ പ്രകടമാക്കണം. അങ്ങയുടെ ആത്മാവിനാൽ നിറച്ച് അങ്ങ് ഞങ്ങളെ മാറ്റണം. അങ്ങ് പറഞ്ഞില്ലേ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. സാമുവേൽ പ്രവാചകന്റെ പുസ്തകം ഒന്നാം പുസ്തകത്തിന്റെ 10-ാം അധ്യായത്തിന്റെ 6, 7, 8 തിരുവചനം അവിടെ ഞങ്ങൾ വായിക്കുന്നുണ്ടല്ലോ. കർത്താവേ, സാമുവേൽ പ്രവാചകൻ സാവൂളിനോട് പറഞ്ഞു, നീ കടന്നു പോകുമ്പോൾ നീ കാണും മലയിറങ്ങി വരുന്ന പ്രവാചകന്മാർ. അവർ പ്രവചിച്ചുകൊണ്ട് വരുമ്പോൾ നീയും കൂടെ പ്രവചിക്കും. ആ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് ശക്തിയായിട്ട് നിന്നിൽ നിറയും. അപ്പോൾ നീ മറ്റൊരു മനുഷ്യനായിട്ട് മാറും. നീ മാറും. കർത്താവേ, അങ്ങയുടെ ആത്മാവ് ശക്തമായിട്ട് ഞങ്ങളിൽ നിറയുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തില്, ശരീരത്തില്, കുടുംബത്തില്, അവസ്ഥകളില് വലിയ മാറ്റം സംഭവിക്കും. ദൈവത്തിന്റെ ആത്മാവ് ശക്തിയായി നിറഞ്ഞാൽ പ്രിയപ്പെട്ട കുഞ്ഞ്, നിന്റെ ജീവിതത്തില്, നിന്റെ കുടുംബത്തില്, നിന്റെ അവസ്ഥയില്, നിന്റെ രോഗത്തില്, നിന്റെ പ്രതിസന്ധിയില്, നിന്റെ ഈ പ്രതികൂലങ്ങളില് വലിയ മാറ്റം ഉണ്ടാവും. മറ്റൊരു മനുഷ്യനായിട്ട് സാവൂളിനെ മാറ്റി. വീണ്ടോടെ വായിക്കുന്നുണ്ട്, ഒരു പുതിയ ഹൃദയം കർത്താവ് അവന് നൽകി. സ്വയേ ഈ ഒരു വലിയ അഭിഷേകം ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് വലിയ ദാഹത്തോടെ നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. നാഥാ നീ മാറ്റേണമേ, എന്നെ നീ മാറ്റേണമേ, പൂർണ്ണമായി മാറ്റേണമേ, അങ്ങേതായി മാറ്റേണമേ. ഒരിക്കൽ കൂടി ദാഹത്തോടെ പ്രാർത്ഥിച്ച മക്കളെ, നാഥാ നീ മാറ്റേണമേ, എന്നെ നീ മാറ്റേണമേ, പൂർണ്ണമായി മാറ്റേണമേ, അങ്ങേതായി മാറ്റണേ, അങ്ങേതായി മാറ്റേണമേ. മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾ നേരെയാണ്. ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തില് മൊബൈലിന് അടിമപ്പെട്ടു പോയ മക്കള്, ഒത്തിരിയേറെ ഗെയിമുകൾക്ക് അടിമപ്പെട്ടു പോയ മക്കള്, കാണാൻ പാടില്ലാത്ത പല കാഴ്ചകളും സിനിമകളും കണ്ട് വഴിതെറ്റിപ്പോയ മക്കൾ, അനുസരണയില്ല, 24 മണിക്കൂറും എന്ന പോലെ മൊബൈലിൽ പെട്ട് അടിമപ്പെട്ടു പോയ മക്കളെ കുറിച്ച് ഒത്തിരി മാതാപിതാക്കള് ഇന്ന് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. യേശുവേ, അങ്ങല്ലാതെ, അങ്ങേക്കല്ലാതെ അങ്ങയുടെ മക്കൾക്ക് സമാധാനം നൽകാനോ ആശ്വാസം നൽകാനോ സാധ്യമല്ല. യേശുവേ, എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കളിലേക്ക് അങ്ങയുടെ ശക്തി ഒഴുകട്ടെ. യേശുവേ, അങ്ങ് പറഞ്ഞില്ലേ സമരിയാക്കാരി സ്ത്രീയോട്, ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് ദാഹിക്കത്തില്ല. യേശുവേ, അങ്ങ് തരുന്ന ജലം ജീവജലം പരിശുദ്ധാത്മാവാണ്. ആത്മാവിന്റെ അഭിഷേകം, ആത്മാവിന്റെ ജീവജലം കുടിച്ചാൽ പിന്നെ മറ്റൊരു വെള്ളത്തിനു വേണ്ടി ആരും ദാഹിക്കത്തില്ല. ഈ ബന്ധക്കുസ്തവ ദിനത്തില് ഈ വലിയ അഭിഷേകം കർത്താവേ അങ്ങയുടെ മക്കൾക്ക് നൽകണമേ. ലോകം മുഴുവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കത്തോലിക്ക തിരുസഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദികരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സന്യസ്തരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബ ജീവിതത്തില് ആയിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. മാതാപിതാക്കള്, ജീവിത പങ്കാളികള്, യുവമക്കള്, കുഞ്ഞുമക്കള്, വാർദ്ധക്യാവസ്ഥയില് വേദനിക്കുന്ന മക്കള്, രോഗികളായ മക്കള്, സാമ്പത്തികമായി തകർന്നു കഴിയുന്ന മക്കൾ, എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ജീവന്റെ സമൃദ്ധി, ഈ ജീവന്റെ വെള്ളത്തിന്റെ നിറവ് എല്ലാ മക്കളും സ്വീകരിക്കുവാൻ
സ്വന്തമാക്കുവാൻ ഈ പെന്തക്കോസ്താ ദിനം അനുഗ്രഹിക്കണമേ. വലിയ ദാഹത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. നാഥാ നീ മാറ്റേണമേ, എന്നെ നീ മാറ്റേണമേ, മക്കളെയും മാറ്റണമേ കർത്താവേ. അങ്ങേതായി മാറ്റേണമേ, മക്കളെയും മാറ്റണമേ കർത്താവേ. അങ്ങേതായി മാറ്റേണമേ. ഈ സമയം കരങ്ങളെയും ഉയർത്ത മക്കളെ പൂർണ്ണമായിട്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, എല്ലാ മക്കളെയും ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങളെയും ഏറ്റെടുക്കണമേ കർത്താവേ. വേദനിക്കുന്ന മക്കളെ ഏറ്റെടുക്കണമേ കർത്താവേ. രോഗികളായ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഇപ്പോൾ ലോകാവസ്ഥയിൽ ക്വാറന്റൈനിലും കൊറോണ രോഗത്തിന് പിടിയിൽപ്പെട്ട് വീടുകളിലായിരിക്കുന്ന ഓരോ മക്കളും ദൈവികാനീശോയുടെ നേരെ കരങ്ങൾ നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കും. മക്കളെ, രോഗികളെ സുഖപ്പെടുത്താനുള്ള കർത്താവിന്റെ ശക്തി ലൂക്കാ 5:17, രോഗികളെ സുഖപ്പെടുത്താനുള്ള കർത്താവിന്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നു. എല്ലാ മക്കളും ഇപ്പോൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളില് കൊറോണ രോഗത്തിന്റെ മഹാമാരിക്കടിമപ്പെട്ട് പോസിറ്റീവായി കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ബന്ധുമിത്രാദികള്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, അനേക മക്കള് ഇന്ന് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാനാഭാഗങ്ങളില് കൊറോണ വൈറസ് പോസിറ്റീവായിട്ട് വീടുകളില് ആശുപത്രിയിൽ കഴിയുന്ന അനേക മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ പല രോഗങ്ങള് ഓപ്പറേഷനായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട മക്കള്, ക്യാൻസർ പോലുള്ള മാറാരോഗങ്ങൾ പോലെയുള്ള രോഗങ്ങൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഒത്തിരിയേറെ അലർജി സംബന്ധമായ രോഗങ്ങൾ, ശരീരത്തിന്റെ ശിരസ് മുതൽ പാദം വരെ പലവിധ രോഗങ്ങൾ അനുഭവിക്കുന്ന മക്കൾ, എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ലൂക്കാ 6:19, അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അനേക രോഗികൾ സുഖമാക്കപ്പെട്ടു. ഈ സമയം അങ്ങയുടെ മക്കൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് ഈ മക്കളെ ഓരോരുത്തരെയും ഇപ്പോൾ കരങ്ങൾ നീട്ടി പ്രാർത്ഥിക്കുന്ന മക്കളെയും ഈ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്കും യേശുവേ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികൾ സംഭവിക്കട്ടെ. വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ശക്തി ഒടുകട്ടെ, കൃപ നിറയട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ, മാറാരോഗ്യങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ, കൊറോണ വൈറസിന്റെ ശക്തികൾ നിർവീര്യമാകട്ടെ, അസ്ഥികൾ ബലം പ്രാപിക്കട്ടെ, നാടിഞ്ഞപ്പോൾ ജീവൻ പ്രാപിക്കട്ടെ, അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കട്ടെ. ദിനത്തില് ഈശോ നമ്മോട് പ്രാർത്ഥിക്കാൻ പറയുന്ന ഒരു മേഖലയുണ്ട് മക്കളെ. ആത്മീയ ജീവിതത്തില്, വിശ്വാസപരമായ കാര്യങ്ങളില് താല്പര്യം നഷ്ടപ്പെട്ടു പോയ അനേക മക്കള് ഈ ലോക്ക്ഡൗണുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം, തീ പോലെ കത്തുന്ന അഭിഷേകം, സ്ലീഹന്മാരിലേക്ക് തീനാവുകൾ രൂപത്തിൽ ഇറങ്ങി വന്ന സ്വർഗീയ ശക്തി ഇപ്പോൾ എല്ലാ മക്കളിലും നിറയപ്പെടട്ടെ. വിശ്വാസം പ്രാവർത്തികമാക്കപ്പെടുന്നതിലൂടെയാണ് വർദ്ധിക്കുന്നത്. വിശ്വാസം പ്രാക്ടീസ് ചെയ്യണം. കുറെ നാളുകൾ, 100 ദിവസം കഴിഞ്ഞു മക്കളെ, പള്ളിയില്ല, കുമ്പസാരമില്ല, കുർബാന സ്വീകരിക്കാൻ പറ്റുന്നില്ല, ദേവാലയം അടയ്ക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥകളിൽ ഒത്തിരിയേറെ വിശ്വാസത്തിന്റെ മേഖലകളിൽ താല്പര്യം നഷ്ടപ്പെട്ടു പോയ വലിയ ബന്ധനം സഭയിലേക്ക് പല മക്കളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും മേഖലയിൽ കെട്ടുപോയ അവസ്ഥയുണ്ടെങ്കിൽ വീണ്ടും ഈ പെന്തക്കോസ്തായിൽ അഭിഷേകത്തിന്റെ, വിശ്വാസത്തിന്റെ വരം ശക്തിയായി ആളിക്കത്തട്ടെ. എല്ലാ മക്കളിലേക്കും ഈ വലിയ അഭിഷേക ശക്തി നിറയട്ടെ, ആളിക്കത്തട്ടെ. യുവമക്കളെ സമർപ്പിക്കുന്നു, കുഞ്ഞുമക്കളെ സമർപ്പിക്കുന്നു.
എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു, സഭയെ സമർപ്പിക്കുന്നു, പൗരോഹിത്യ മേഖലയെ സമർപ്പിക്കുന്നു, സമർപ്പണ ജീവിതത്തെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ജീവജലം എല്ലാ മക്കളിലേക്ക് നിറയട്ടെ, നിറഞ്ഞു കവിഞ്ഞൊഴുകട്ടെ, അഭിഷേകം പ്രാപിക്കട്ടെ, ശക്തി പ്രാപിക്കട്ടെ. വലിയ അഭിഷേകത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിനോട് ഈ സമയം വലിയ ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എന്നുള്ള പ്രാർത്ഥന എഴുന്നേറ്റ് നിന്ന് എല്ലാ മക്കളും ദിവ്യകാനുസന്നത്തിൽ എഴുന്നേറ്റ് നിന്ന് വലിയ ദാഹത്തോടെ ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സഭ മുഴുവൻ സമർപ്പിക്കുക. രോഗികളായ, വേദനിക്കുന്ന, സാമ്പത്തിക തകർന്ന എല്ലാ നിയോഗങ്ങളോടുകൂടി സമർപ്പിക്കുക. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ ആവസിക്കും. മാതാവ് ചോദിച്ചില്ലേ മാലാഖയോട്, ഇതെങ്ങനെ സംഭവിക്കും? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, ഈ രോഗം എങ്ങനെ മാറും? ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ദിവസങ്ങളിൽ ഈ കാലഘട്ടത്തില് കൊറോണ വൈറസ് ബാധിച്ച് ICUയിൽ വെന്റിലേറ്ററിൽ കിടത്തപ്പെട്ട അവസ്ഥയിൽ കിടന്നുകൊണ്ട് കർത്താവിൽ വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥിച്ച സൗഖ്യം പ്രാപിച്ച അനേക മക്കള് അച്ഛന് വ്യക്തിപരമായിട്ട് അറിയാം. കാരണം കർത്താവിന്റെ ശക്തി കൊറോണയേക്കാൾ വലുതാണ്. ആത്മാവിന്റെ ശക്തി അസ്ഥികളെ ബലപ്പെടുത്തുന്ന ശക്തിയാണ്, ജീവന്റെ സമൃദ്ധി നൽകുന്ന ശക്തിയാണ്. ഈ ശക്തി നമ്മിലേക്ക് ഒഴുകും. അതുകൊണ്ട് നീ ദുഃഖിച്ചിരിക്കാതെ, സങ്കടപ്പെട്ടിരിക്കാതെ, നിരാശപ്പെട്ടിരിക്കാതെ, എല്ലാ ബലവും കരുത്തും ജീവനും സമൃദ്ധി നൽകുന്ന ആത്മാവിന്റെ അഭിഷേകത്തിനു വേണ്ടി എഴുന്നേറ്റ് നിന്ന് എല്ലാ മക്കളും ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കുടുംബത്തിലെ സമാധാനമില്ലാത്ത ഒത്തിരി കുടുംബങ്ങൾ, ക്ഷമിക്കാൻ പറ്റണില്ല, വിശുദ്ധ ജീവിക്കാൻ പറ്റണില്ല, സ്നേഹിക്കാൻ പറ്റണില്ല. ഒത്തിരി മക്കളെന്ന് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധിയിൽ ജീവിക്കാനുള്ള അഭിഷേകത്തിന് വേണ്ടി, സ്നേഹിക്കാനുള്ള അഭിഷേകത്തിന് വേണ്ടി അനുസരണമില്ലാത്ത മക്കൾ, കുടുംബത്തിലൊരു ഐക്യമില്ല. എൻ്റെ പ്രിയപ്പെട്ട യേശുവേ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ
സ്നേഹം, ശാന്തി, ആനന്ദം, ദയ, ക്ഷമ, നന്മ, വിനയം, സൗമ്യത, ആത്മസംയമനം, സന്തോഷം, സമാധാനം എല്ലാം നിറയ്ക്കൂലോ. ആത്മാവിനെ കൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളെ നിറയ്ക്കണമേ. ജ്ഞാനം, ബുദ്ധി, വിവേകം, അറിവ്, ദൈവഭയം എല്ലാം നിറയട്ടെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ. അനുസരണത്തിന്റെ അരൂപി പരിശുദ്ധാത്മ ശക്തിയാൽ നിറയപ്പെടട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങൾ സ്നേഹത്തിലും സമാധാനത്തിലും ഐക്യത്തിലും നിറയട്ടെ. എല്ലാ ഭിന്നതയും, വെറുപ്പും, വാശിയും, വഴക്കും എല്ലാം വിട്ടുപോട്ടെ. വലിയ അഭിഷേകം ഈ 2020 പെന്തക്കോസ്താ ദിനത്തില് ഞങ്ങളുടെ കുടുംബത്തില്, ലോകം മുഴുവനിലും സംഭവിക്കണം. സഭയിലുള്ള അവസ്ഥകള്, പൗരോഹിത്യത്തിന്റെ അവസ്ഥകള്, സമർപ്പണ ജീവിതത്തിന്റെ അവസ്ഥകള്, അവഹേളിക്കപ്പെടുന്ന പൗരോഹിത്യം അങ്ങ് ഏറ്റെടുക്കണമേ. വലിയ അഭിഷേക ശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഈ സമയത്ത് പ്രാർത്ഥിച്ചോ മക്കളെ. വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്തിന്റെ ദിവസമാണെന്ന്. അവിടുത്തെ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനോടൊപ്പം എല്ലാം നമുക്ക് തരും. കാരണം പരിശുദ്ധാത്മാവ് എല്ലാറ്റിൻ്റെയും ആത്മാവാണ്. സൗഖ്യത്തിന്റെ ആത്മാവാണ്, സ്നേഹത്തിന്റെ ആത്മാവാണ്, വിശുദ്ധിയുടെ ആത്മാവാണ്, ക്ഷമയുടെ ആത്മാവാണ്, ആത്മസംയമനത്തിന്റെ ആത്മാവാണ്, രോഗശാന്തിയുടെ ആത്മാവാണ്, ജ്ഞാനത്തിന്റെ ആത്മാവാണ്, വചനത്തിന്റെ ആത്മാവാണ്. എല്ലാം സംഭവിക്കുന്ന പരിശുദ്ധാത്മാവാണ്. അതിനാല് എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവ് നിറയപ്പെട്ടാൽ അതിനാൽ തന്നെ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ജോലി നഷ്ടപ്പെട്ട ഒത്തിരി മക്കള്, വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന മക്കള്, ഒത്തിരി മക്കൾ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, യെശയ്യാ 22:22 ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ മേൽ വയ്ക്കപ്പെട്ടിരിക്കുന്നു. അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയില്ല, അവൻ അടച്ചാൽ ആർക്കും തുറക്കാൻ പറ്റില്ല. കർത്താവ് വെളിപാട് 3:7 പരിശുദ്ധനും സത്യവാനും ദാവീദ് ഭവനത്തിന്റെ താക്കോൽ കൈവശമുള്ളവനും ആർക്കും തുറക്കാൻ പറ്റാത്ത വിധം അടയ്ക്കുന്നവനും ആർക്കും അടയ്ക്കാൻ പറ്റാത്ത വിധം തുറക്കുന്നവനുമാണ് കർത്താവ്. കർത്താവെ, അടഞ്ഞുപോയ വാതിലുകളെ തുറക്കണമേ. അടഞ്ഞുപോയ ജോലി മേഖല, അടഞ്ഞുപോയ സാമ്പത്തിക സ്രോതസ്സുകൾ, അടഞ്ഞുപോയ ബിസിനസ് മേഖല, അടഞ്ഞുപോയ എല്ലാം കർത്താവെ അങ്ങയുടെ ശക്തിയാൽ ഇപ്പോൾ തുറക്കണമേ. ജീവിതാന്തസ്സിൽ പ്രവേശിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അവസ്ഥകൾ നേരിടുന്ന മക്കളുണ്ട്. വിവാഹം നടക്കണില്ല, തടസ്സങ്ങൾ. വീട് വിൽപ്പന നടക്കണില്ല, തടസ്സങ്ങൾ. എല്ലാ തടസ്സങ്ങളും വിട്ടു മാറിപ്പോകട്ടെ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ സ്ലീഹന്മാരിൽ സംഭവിച്ച കണ്ടില്ല മക്കളെ. വാതിലുകൾ തുറന്നു, കെട്ടുകൾ പൊട്ടി, ഒത്തിരിയേറെ ഭാഷാവരത്തിന് അഭിഷേകം നിറഞ്ഞു. പല ഭാഷക്കാര് താന്താങ്ങളുടെ ഭാഷയില് സ്ലീഹന്മാർ പറയുന്നത് മനസ്സിലാക്കി. അത്ഭുതങ്ങൾ, ഒത്തിരി രോഗശാന്തികൾ എല്ലാം സംഭവിച്ചു. ശാന്തമായിട്ട് എല്ലാം സമർപ്പിക്കാം. ഈശോ നമ്മെ ആശീർവദിക്കുന്ന ഈ സമയം നമുക്ക് ശാന്തമായി മുട്ടുകുത്താം. കർത്താവിന്റെ സ്ഥാനത്തിലേക്ക് എല്ലാം നമുക്ക് സമർപ്പിക്കാം. ഈ പെന്തക്കോസ്താ ദിനത്തില് ഈശോ തന്ന അനുഗ്രഹത്തോട് നന്ദി പറയാം. അനേകം മക്കളെ കർത്താവ് തൊട്ടു, അനേകം മക്കളിലേക്ക് കർത്താവിന്റെ ശക്തി നിറഞ്ഞു. അനേകം മക്കളിൽ തങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് വലിയ അഭിഷേകത്തോടെ നിറഞ്ഞു. ആത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മിൽ നിറഞ്ഞിരിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് നമ്മിൽ പ്രവർത്തിച്ചിരിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സമയം നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. ഈശോ നമ്മെ ആശീർവദിക്കുമ്പോൾ ഇരു കരങ്ങളും കർത്താവിലേക്ക് ഉയർത്തി എല്ലാ മക്കളും സ്തുതിച്ച് നന്ദി പറഞ്ഞ് ആശീർവാദം സ്വീകരിക്കാം. അഭിഷേകത്തിന്റെ പൂർണ്ണതയില് ഈ സമയം കർത്താവ് നമ്മളെ നയിക്കുന്നു. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. നന്ദി, 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 നന്ദി. യേശുവേ നന്ദി, 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 നന്ദി. കർത്താവേ നന്ദി, നന്ദി, നന്ദി. യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. യേശുവേ, യേശുവേ, യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന.
ഗുരുവായൂരനാഥന്റെ ആശീർവാദത്തിലൂടെ വന്ന ദിവ്യകാരുണ്യത്തിന്റെ ശക്തി അതിന്റെ പൂർണ്ണതയിൽ അനുഭവിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ഇന്ന് മുഴുവൻ ഈ രടികൾ നമ്മിൽ നിറയട്ടെ. എല്ലാ മക്കളും ദാഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. വലിയ ശക്തീകരണം നമ്മിൽ സംഭവിക്കും. സ്വർഗം തുറന്ന് ആത്മാവ് നമ്മിലേക്ക് വർഷിക്കും. ആത്മാവിന്റെ ശക്തി നമ്മിൽ കത്തിച്ചൊലിക്കും. ഒത്തിരി അത്ഭുതങ്ങൾ അതിന്റെ പൂർണ്ണതയിൽ സംഭവിക്കും. നമുക്ക് ചേർന്ന് പാടി ഈ സമയം പ്രാർത്ഥിക്കാം. ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയ